കുട്ടികളിൽ പ്രത്യേകിച്ച് ഏർലി ടീനേജിൽ അവരുടെ കൗമാരത്തിൻ്റെ തുടക്കത്തിൽ ഒരിക്കലും മറക്കാതെ അവരിൽ സൃഷ്ടിച്ചെടുക്കേണ്ട ചില മൂല്യങ്ങളെക്കുറിച്ച് ചില ക്വാളിറ്റീസിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് കരുതുന്നു. അത് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കാം. ഏർലി ടീനേജിൽ തന്നെ അല്ലെങ്കിൽ കൗമാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കുട്ടികളിൽ എത്തിക്കേണ്ട ചില വാല്യൂസ്, ക്വാളിറ്റീസ്, ഇതാണ് ഇന്ന് ഈ ഒരു വീഡിയോ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ എടുക്കുമ്പോൾ അവിടെ സമൂഹത്തിൽ കുറവായിട്ട് തോന്നുന്നതിനെയൊക്കെ ക്ലാസ് മുറിയുടെ ചെറിയ ഇടങ്ങളിലും കുടുംബങ്ങളിലെ അകത്തളങ്ങളിലും ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങളിൽ പരിപോഷിപ്പിച്ചാൽ നാളെയെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരും. അപ്പോൾ അതിലേറ്റവും പ്രധാനമായൊരു കാര്യമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാത്രമല്ല, എല്ലാത്തിനെയും റെസ്പെക്റ്റ് ചെയ്യുക. സാധനങ്ങളെ പോലും റെസ്പെക്റ്റ് ചെയ്യുക. ഒരു സാധനം എടുത്താൽ അത് തിരിച്ചു വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വയ്ക്കുക, അതിൻ്റെ സ്ഥലത്ത് തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. മനുഷ്യനെ വളരെ ഹൃദ്യമായി മനുഷ്യരോട് ഇടപെടുക. പ്രായമുള്ളവരെ മാത്രമല്ല, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരെ പോലും എല്ലാവരെയും വളരെ റെസ്പെക്റ്റോടുകൂടി എല്ലാവരോടും പെരുമാറുക. ആരെങ്കിലും വീട്ടിലോട്ടൊക്കെ വന്ന് എഴുന്നേൽക്കുന്നതൊക്കെ ഇപ്പോൾ ഇന്ന് പലയിടത്തും കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ്. വളരെ പ്രധാനമാണ്. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ നമ്മളൊന്ന് എഴുന്നേൽക്കുക, പ്രായമുള്ളവരെ കാണുമ്പോൾ ഒന്ന് എഴുന്നേൽക്കുക, മറ്റുള്ളവർക്കൊരു ഗുഡ് മോർണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഹായ് പറയുക. അതൊക്കെ ഒരു സന്തോഷത്തോടു കൂടി ഒരു മൂല്യബോധത്തോടു കൂടി ചെയ്യുമ്പോൾ അത്തരം ആൾക്കാരോട് നമുക്ക് കൂടുതൽ റെസ്പെക്റ്റ് തോന്നും. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് മൃഗങ്ങളോട്, അതുപോലെ തന്നെ പരിസ്ഥിതിയോട്, സമൂഹത്തോട് ഒക്കെയുള്ള ഒരു റെസ്പെക്റ്റ് ഇത് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്താൽ, ഇത് ഏർലി ടീനേജിലൊക്കെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ആദ്യം തന്നെ IAS ഡോക്ടറും ഒന്നും ആക്കാനല്ല ശ്രമിക്കേണ്ടത്. ആദ്യം ശ്രമിക്കേണ്ടത് നല്ലൊരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനമാണ് ഒരു റെസ്പെക്റ്റ് കുട്ടികളിൽ സൃഷ്ടിക്കുക എന്നുള്ളത്. രണ്ടാമത് വളരെ പ്രധാനമായൊരു കാര്യമാണ് അവരെ റെസ്പോൺസിബിൾ ആക്കുക എന്നുള്ളത്. അവരുടെ ഓരോ ആക്ഷനും അവർ റെസ്പോൺസിബിൾ ആയിരിക്കണം. കുട്ടികളെല്ലാം അവരുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ വളരെ ബോധമുള്ളവരാണ്. എനിക്ക് ചെറിയ കാര്യത്തിന് പോലും അവർ അവകാശങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ടീച്ചേഴ്സൊക്കെ അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുതിർന്നവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലൊക്കെ വലിയ അവകാശബോധങ്ങളൊക്കെ അവരിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതല്ല ആദ്യം സൃഷ്ടിക്കേണ്ടത്. ആദ്യം സൃഷ്ടിക്കേണ്ടത് ഉത്തരവാദിത്ത ബോധമാണ്. നിയമങ്ങൾ അനുസരിക്കാൻ അവരുടെ ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് നിയമങ്ങൾ അനുസരിക്കുക. നിയമങ്ങളെ എങ്ങനെ അനുസരിക്കാതിരിക്കാം, അല്ലെങ്കിൽ ആ നിയമത്തിനെതിരെ എങ്ങനെ പോരാടാം. ഇതൊക്കെ ചെറിയ പ്രായത്തിലെ കുട്ടികളിൽ അത്തരം പ്രവണതകൾ കണ്ടു തുടങ്ങുന്നെങ്കിൽ അനുസരിക്കുക എന്ന് പറയുന്നത് ബീയിങ് റെസ്പോൺസിബിൾ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. കാരണം നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു സോഷ്യൽ ഒരു പീസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഓർഡറിന് വേണ്ടിയാണ്, ഒരു ജനറൽ ഡിസിപ്ലിൻ ലോകത്തുണ്ടാകാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് എൻ്റെ സ്വാതന്ത്ര്യം നിൻ്റെ മൂക്ക് തുടങ്ങുന്നിടത്ത് അവസാനിക്കുന്നു എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിന് ചില പരിമിതികളുണ്ട്, ചില അതിർത്തികളുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെ കോൺസിക്വൻസസ് നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട്. അവനവൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഏറ്റെടുത്ത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാത്തിനും അവരുടെ പുറകിന് നടന്നവരെ സ്പൂൺ ഫീഡ് ചെയ്ത് അവരെ ബ്രോയിലർ ചിക്കനാക്കാതെ അവരെ റെസ്പോൺസിബിളാക്കി മാറ്റാനുള്ള ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കാൻ ശ്രമിക്കണം. അവരുടെ തുണി എവിടെയാണ് അതവരറിയണം, അവരുടെ ഷൂസ് എവിടെയാണ് വെച്ചിരിക്കുന്നത് അതറിയണം, സോക്സ് എവിടെയാണ് അവരറിയണം, അവർ കൊണ്ടുപോകുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ് അവരറിയണം. ഇതെല്ലാം എടുത്തു വെച്ച് കൊടുത്ത് സ്പൂൺ ഫീഡ് ചെയ്ത് വളർത്തുന്ന കുട്ടികൾ തീരെ ഉത്തരവാദിത്വമില്ലാത്തവരായി പിന്നീട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ അവരെ താങ്ക്ഫുൾ ആക്കാൻ പഠിപ്പിക്കണം. പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെ ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. എനിക്കതില്ല, ഇതില്ല, മറ്റുള്ളവർക്കെല്ലാം എല്ലാം ഉണ്ട്. പക്ഷെ നമുക്കുള്ളതിനെ ആസ്വദിക്കാനും ഉള്ളതിനെ നന്ദിയുള്ളവരായിരിക്കാനും കാരണം നമുക്ക് ഈ താങ്ക്ഫുൾനെസ് ഉണ്ടാവണമെങ്കിൽ നമ്മളെക്കാളും പ്രയാസമുള്ളവരെയും നമ്മളെക്കാളും വേദനയുള്ളവരെയും വിഷമമുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നു. അതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലെ എല്ലാത്തര പ്രയാസങ്ങളുള്ളവരെയും കണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ മെച്ചമായിരുന്ന എൻ്റെ സാഹചര്യങ്ങൾ എത്രയോ ഭേദമാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം തീരെ നിവൃത്തിയില്ലാത്തവർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇന്ന് ക്ലാസ് ഓരോ
ഓരോ ക്ലാസ് ആൾക്കാർ, അല്ലെ മിഡിൽ ക്ലാസ്സിനൊരു സ്കൂള്, ഹയർ ക്ലാസ്സിന് വേറൊരു സ്കൂള്, ലക്ഷറി ക്ലാസ്സിന് വേറൊരു സ്കൂൾ. എന്താ ഇതിൻ്റെ കുഴപ്പം? പൊതുസമൂഹത്തിലെ മറ്റുള്ളവരുടെ വേദനകളോ പ്രയാസങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ എനിക്ക് വേണം വേണം വേണമെന്നുള്ള ആർത്തി കുഞ്ഞുങ്ങളിൽ കൂടുന്നതല്ലാതെ എനിക്കുള്ളതിനെ പറ്റിയുള്ളൊരു നന്ദിയുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് വളരെ കുറവാണ്. ഇത് മാതാപിതാക്കൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഏത് തരത്തിലുള്ള ക്ലാസ്സിൽപ്പെട്ടവരാണേലും മറ്റ് വിഭാഗങ്ങളിലൊക്കെയുള്ള മനുഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുന്നു. അവർക്കും കൂടി ഞാൻ ചെറിയ പ്രായത്തിൽ പഠിച്ചൊരു കാര്യമാണ്, നിൻ്റെ വിശപ്പെന്ന് പറയുന്നത് ഒരു ശാരീരിക പ്രശ്നമാണ്, മറ്റുള്ളവരുടെ വിശപ്പാണ് നമ്മുടെ ആത്മീയ പ്രശ്നം. അതാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമൂഹ്യ ദൗത്യം. അപ്പം മറ്റുള്ളവരെയും കൂടെ കാണാൻ, അപ്പോഴാണ് നമ്മൾ കൂടുതൽ താങ്ക്ഫുൾ ആകുന്നത്. മറ്റുള്ളവർ കൂടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നത്. എല്ലാം എനിക്ക് വേണോ എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാവർക്കും കൂടി എന്നുള്ളൊരു ചിന്ത വരുന്നതൊക്കെ അപ്പോഴാണ്. അടുത്തൊന്ന് കൈൻഡ്നെസ്സാണ്. നമുക്ക് മറ്റുള്ളവരോട് അല്പം ദയയും വിനയവും ഒക്കെ ഉള്ളവരായിരിക്കാൻ പഠിപ്പിക്കുക. കൈൻഡാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ വളരെ സ്വാർത്ഥരായി കഴിയുമ്പോൾ നമ്മളിലെ കൈൻഡ്നെസ് ഡ്രൈ ഡൗൺ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ മാതാപിതാക്കൾ പിന്നെ അതിനൊക്കെ അവരോട് ഒരു ഗുഡ് ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. പലപ്പോഴും മാതാപിതാക്കളൊക്കെ അത് തിരുത്താനാണ് ശ്രമിക്കുന്നത്. വെറുതെ നിൻ്റെ സമയം കളയരുത്, വെറുതെ നീ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കളയരുത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നീ ചെയ്താൽ നിനക്കെന്താ പ്രയോജനം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളുടെ വാല്യൂസിനെ അവർക്ക് ഉള്ള വാല്യൂസിനെയും കൂടെ ഇല്ലാതാക്കി കളയുന്ന ഒരു സാഹചര്യങ്ങൾ. ഒരിക്കലും അങ്ങനെ കുട്ടികളെ സ്വാർത്ഥരാക്കി അവരുടെ നേട്ടങ്ങൾക്ക് മാത്രമല്ല നിനക്കെന്ത് പ്രയോജനം കിട്ടും, ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രയോജനം കിട്ടുന്നതിൽ മാത്രമല്ല നമ്മൾ ചെറിയ പ്രായത്തിൽ ഇടപെടേണ്ടത്. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന, നമുക്ക് സഹായിക്കാൻ കഴിയുന്നിടത്തെല്ലാം ഇടപെടുകയും അതിലൂടെയൊക്കെ നമ്മൾ കൂടുതൽ കഴിവുകളും നേതൃത്വ ഗുണവും നല്ല ചിന്താഗതികളും ഒക്കെ ആർജിക്കുന്നുണ്ട്. അത് മറന്നു പോകരുത്. ഒരു വ്യക്തിത്വ വികസനത്തിൽ കൈൻഡ്നെസ്സിന് ഒരു വലിയ ക്വാളിറ്റി. കൈൻഡ് അല്ലാത്തൊരു മനുഷ്യൻ ഇനി എന്തെല്ലാം അച്ചീവ് ചെയ്താലും അവിടെ അതിൻ്റെ ഒരു ഉന്നതിയിലേക്ക് അവരെത്തുകയോ അത് നിലനിർത്തുകയോ ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുപോലെ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. പല കുഞ്ഞുങ്ങളിലും ഇന്ന് തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുരോഹിതൻ എന്നോട് പറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ അല്ലാതെ വേറൊന്നും ആവില്ല. പക്ഷേ ഡോക്ടറാകാനുള്ള കോമ്പീറ്റൻസി ആ കുട്ടിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് പേരൻസിനും അറിയില്ല, കുട്ടിക്കും അറിയില്ല. അതിനി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ 10th പഠിക്കുന്നൊരു കുട്ടിയാണ്, ഡോക്ടർ എന്ന് പറയുന്ന ഒരു വലിയ ഒബ്സഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ തന്നെ പേടിക്കുന്നത് ആ കുട്ടിക്ക് അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല, കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റെന്താ വഴി എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും ചിലതൊക്കെ കിട്ടാതെ വരുന്നത് തന്നെ ഒരു ദൈവനിശ്ചയമാണെന്നും ചിലതൊക്കെ കിട്ടാഞ്ഞത് കൊണ്ടാണ് വേറെ വഴികൾ പലരും ചിന്തിച്ചതെന്നും ചിലതൊക്കെ ആഗ്രഹിച്ചത് കിട്ടാതെ പോയപ്പോഴാണ് അതിനേക്കാളും മേന്മയുള്ളതും അതിനേക്കാളും ഉന്നതവുമായ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു. പ്രോബ്ലംസ് ആർ പവർ. പ്രശ്നങ്ങളെ നേരിടുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികളെയും വീഴ്ചകളെയൊക്കെ നേരിടുമ്പോഴാണ് നമ്മൾ കൂടുതൽ പവർഫുൾ ആകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഫെയിലിയറും കൂടി ഒരു ജീവിതത്തിൽ വരുമ്പോഴാണ് ഒരു മനുഷ്യൻ കൂടുതൽ കരുത്തനാകുന്നതെന്നും ചില ഫെയിലിയേഴ്സൊക്കെ റിയലി സക്സസ് ആണെന്നും ഒക്കെ തിരിച്ചറിയാൻ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിലേ പഠിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കാൻ. ഫൈനലി അക്സെപ്റ്റ് വെൻ ദേ ആർ റോങ്. തെറ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. ഇന്ന് ഏറ്റവും വലിയൊരു കുഴപ്പം, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയെങ്കിലും മേലെ ചുമത്തുക. തെറ്റ് ചെയ്ത കുട്ടികളെ പിടിച്ച അധ്യാപകനെ പോസ്കോ കേസിൽ പെടുത്തി 5 വർഷം പീഡിപ്പിച്ച സമൂഹത്തെ എനിക്കറിയാം. തെറ്റ് ചെയ്തതിന് ആ തെറ്റ് മറയ്ക്കാനായിട്ട് പേരൻസും കൂടി കൂട്ടുനിന്നുകൊണ്ട് അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിച്ച അധ്യാപകനെ കൊടുക്കുക. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു തെറ്റ് സംഭവിച്ചു, എത്ര വലിയ തെറ്റായിക്കോട്ടെ, ചെറിയത് ഒരു തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റ് ഞാനാണ് ചെയ്തത്, അത് ഓൺ ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. അതിൻ്റെ കോൺസിക്വൻസസ് അവർ നേരിടുമ്പോൾ അവർ കൂടുതൽ കരുത്തരായ ഉന്നതരായ മനുഷ്യരായി മാറുകയാണ്. ഒരു തെറ്റ് ചെയ്യുന്നതൊന്നും മോശമല്ല, ഒന്നും വീണു പോകുന്നതും മോശമല്ല. ഒരു തെറ്റൊക്കെ ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കണം. തെറ്റില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങൾ വലിയ അപകടത്തിലേക്കായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തെറ്റൊക്കെ സംഭവിച്ചോട്ടെ, പക്ഷേ തെറ്റൊക്കെ സംഭവിക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് അല്ലെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റി എന്ന്
പറയുന്നതിൽ ഒരു സോറി പറയാൻ പഠിപ്പിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കൊരു സോറി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. അവൻ ചെറുതാവുകയല്ല, അവൻ വലുതാവുകയാണ്. ഒരു ആത്മാർത്ഥമായൊരു സോറി പറയുമ്പോൾ ഒരു മനുഷ്യൻ വലുതാവുകയാണ് ചെയ്യുന്നതെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാൻ മനസ്സിലാക്കി കൂടെ. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു വലിയ കുഴപ്പം, ഈ വാല്യൂസും ക്വാളിറ്റീസും ഒന്നും നമുക്ക് പ്രഭാഷണം നടത്തിയോ ക്ലാസ് എടുത്തോ ഒന്നും പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നല്ല ജീവിതം തന്നെയാണ് അവർക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന ടാഞ്ചിബിൾ ലൈഫ് ആണ് ഇതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇടപെടുന്ന മനുഷ്യർക്ക് ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ തന്നെ പ്രതിഫലിപ്പിച്ച് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അതിന് ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യർ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് വലിയ ഒരു സഹായമായിരിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞുങ്ങൾ കൂടുതൽ കരുത്തരാകുകയും കൂടുതൽ ശക്തരാകുകയും നിലനിൽക്കുന്ന നേതൃത്വത്തിലേക്ക്, നിലനിൽക്കുന്ന ജീവിതത്തിലേക്കും ഉന്നതിയിലേക്കുമൊക്കെ അവർ ഉയർന്നു പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നല്ലതെന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കും പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഇത് പകർന്നു കൊടുക്കുക. എല്ലാവർക്കും നന്ദി. ഈ ഇൻസൈറ്റ് മിഷൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തത് കൂടുതൽ ആൾക്കാരിൽ എത്തിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ വികസനം സമൂഹത്തിലുണ്ടാവാൻ ഒരു ചെറിയ സഹായം നമ്മുടെ ഭാഗത്തുനിന്നും സൃഷ്ടിക്കാനായിട്ട് കഴിയും. താങ്ക് യു ആൾ.